കൃപാസന അമ്മയ്ക്ക് 1000 നന്ദി. പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാക്കി എൻ്റെ കുടുംബത്തെയും അനുഗ്രഹമാക്കി മാറ്റിയതിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ആൽബിൻ ബേബി. ഞാൻ കുറുമശ്ശേരിയിൽ നിന്ന് വരുന്നു, അങ്കമാലി അടുത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ 16-ാം തീയതിയാണ്. കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നാണ്. എനിക്കിവിടെ വരാൻ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഒത്തിരി തടസ്സങ്ങൾ അതിന് സൃഷ്ടിച്ചിരുന്നു. കൂടുതലായിട്ടും ഞാൻ അമ്മ മാതാവിനോട് എന്നും ഈശോയോടും പ്രാർത്ഥിക്കായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോഴായാലും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, അമ്മ മാതാവേ എനിക്ക് കൃപാസനത്തിൽ പോകാനുള്ളൊരു അവസരം കിട്ടണമെന്ന്. ഒത്തിരി പേര് പോകുന്നുണ്ടെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നു. വീട്ടിൽ എനിക്ക് വണ്ടിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അവിടുന്ന് ആരും കൊണ്ടുപോകാനും ഉണ്ടായിരുന്നില്ല. അനുഗ്രഹമെന്ന് പറയട്ടെ, അവിടുന്ന് തൊട്ടടുത്തൊരു ചേട്ടൻ പോവുകയുണ്ടായിരുന്നു എല്ലാ മാസത്തിലും. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പിറ്റേ മാസം പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആദ്യം ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ കൂടുതലും മാതാവിനോട് ഞാൻ നന്ദി പറയായിരുന്നു. മാതാവ് എൻ്റെ ഹിതമല്ല, മാതാവിൻ്റെ ഹിതമാണ് ഏറ്റവും കൂടുതൽ നിറവേറേണ്ടത്. എനിക്ക് കിട്ടിയില്ലെങ്കിലും മാതാവിൻ്റെ മഹത്വമാണ് ഇവിടെ നിറവേറേണ്ടത് എന്ന് ഞാൻ പറഞ്ഞ് ഒത്തിരി പ്രാർത്ഥിക്കായിരുന്നു. രണ്ടാമത്തെ ഉടമ്പടി കൊടുക്കാൻ സമയം വന്നപ്പോഴത്തേ എനിക്ക് നല്ലൊരു ജോലി പഠിക്കാനുള്ളൊരു അവസരം കിട്ടിയിരുന്നു. ഫസ്റ്റ് ഞാൻ +2 കഴിഞ്ഞ് ITയിൽ പോയിരുന്നു. ITയിൽ പോയ സമയത്ത് എനിക്ക് ഫെയിൽഡായിരുന്നു. അതിനുശേഷം ഞാൻ DCA പഠിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. DCA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ITA പാസ്സാവാത്ത ആളാണോ DCA പാസ്സാവുന്നത്, അതൊന്നും നടക്കില്ല, ഞാൻ തോക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എന്നെ കളിയാക്കിയിരുന്നു. പക്ഷേ എനിക്ക് നല്ലൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, മാതാവ് നല്ലൊരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. അത്ഭുതമെന്ന് പറയാൻ നല്ലൊരു വഴി അമ്മ മാതാവ് കാണിച്ചു തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മ മാതാവ് അതുപോലെ തന്നെ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ നല്ല ഉയർന്ന മാർക്കോടുകൂടി എനിക്ക് അവിടെ പാസ്സാവാൻ പറ്റി. ഉടമ്പടി വസ്തുവിൻ്റെ ആ ഒരു അത്ഭുതത്തിൻ്റെ ഒരു കിരണങ്ങളുണ്ടായിരുന്നു. കൂടുതലും ഞാൻ പോകുമ്പോൾ എക്സാമിന് പോകുമ്പോൾ തൈലവും അതുപോലെ ഉപ്പും കൊണ്ടുപോയിരുന്നു. എക്സാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉപ്പ് വിതറിയായിരുന്നു. അതോടൊപ്പം തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചായിരുന്നു. എഴുതാൻ പോകുമ്പോൾ കൈവറയുണ്ടായിരുന്നു, ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴാണെങ്കിലും വളരെ ടഫായിരുന്നു, എനിക്കൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് പ്രത്യാശ ഉണ്ടായിരുന്നു ഉള്ളിൽ, അമ്മ മാതാവ് എങ്ങനെയും കൈവിടില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എക്സാമിന് പോയി, എക്സാം എഴുതി. എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ അവിടെ ഉപ്പ് വിതറി. ആ പരീക്ഷാ പേപ്പറിൽ കുരിശ് അടയാളം വരച്ച് ഞാൻ അമ്മ മാതാവിന് നന്ദി പറഞ്ഞോളാം. കൃപാസനത്തിൽ വന്നിട്ട് എനിക്ക് ഈ എക്സാം നല്ല പാസ് മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് നന്ദി പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിനോട്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ല മാർക്കോടുകൂടി, ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറമായിട്ട് എനിക്ക് നല്ല മാർക്കോടുകൂടി മാതാവ് എനിക്ക് നല്ല ഇത് തന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റും എനിക്ക് മാതാവ് തന്നു. അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ എല്ലാ സ്ഥലത്തും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. എവിടെ പോകുമ്പോഴാണെങ്കിലും അവിടെ ക്വാളിഫിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ചോദിക്കണേ. ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടിയില്ലായിരുന്നു. പക്ഷേ മാതാവ് ഒരുക്കിയ പ്ലാൻ വേറെയായിരുന്നു. ഓരോ സ്ഥലത്ത് ഞാൻ ജോലിക്ക് ചെല്ലുമ്പോഴാണെങ്കിൽ അവിടെ ചോദിക്കുന്നത് ഡിഗ്രിയും അതുപോലെയുള്ള വലിയ ഇതൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ ഒരു മാസം നിൽക്കുമെങ്കിലും എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥകളായിരുന്നു. ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഒത്തിരി വെല്ലുവിളികളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂടുതലും എനിക്ക് എപ്പോഴും ജോലി ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചെറിയ ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒന്നും മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കസ്റ്റമർ അറ്റൻഡ് ചെയ്യാനാണ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ പെർഫോമൻസ് പോരാ എന്ന് പറഞ്ഞു എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് പോകേണ്ടി വന്നു. പക്ഷേ എപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ കൊന്ത മുറുകെ പിടുകയായിരുന്നു. അതോടൊപ്പം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കായിരുന്നു. മാതാവി ഓരോ സ്ഥലത്തു നിന്ന് മാറേണ്ട അവസ്ഥയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ ഒരുപാട് വിഷമിച്ചിരുന്നു. അതിനുശേഷം ഞാൻ വേറൊരു ഷോറൂമിൽ പോയിരുന്നു, എയ്തറിൻ്റെ ഷോറൂമിൽ. അവിടെ പോയി ഞാൻ ജോലി നോക്കിയിരുന്നു. ഒരു മാസം വരെ എനിക്ക് പിടിച്ചു നീക്കേണ്ടി വന്നുള്ളൂ. പക്ഷേ എനിക്ക് ആ മാസത്തെ സാലറി കിട്ടിയില്ലായിരുന്നു. കാരണം ഞാൻ ഒരു കസ്റ്റമർ അറ്റൻഡ് ചെയ്തിട്ട് ആ ഒരു വണ്ടിയുടെ ആ ചാർജർ ആ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് മറന്നുപോയി. അത് കാരണം എനിക്ക് ആ ചാർജർ കിട്ടിയില്ലായിരുന്നു. ഒത്തിരി അന്വേഷിച്ചിരുന്നു, പക്ഷേ അവസാനം അത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ നല്ലൊരു
സ്ട്രിക്റ്റ് വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഈ മാസം സാലറി കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് അവിടെ തന്നില്ലായിരുന്നു. അപ്പം അമ്മ മാതാവിനോട് ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ ഈ മാസം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ നഷ്ടമല്ല ഞാൻ നോക്കുന്നത്, മാതാവിൻ്റെ ഹിതം എന്താണോ അതാണ് ഞാൻ നോക്കേണ്ടത്. എനിക്ക് എന്ത് നഷ്ടം വന്നാലും, എൻ്റെ ജീവൻ പോയാലും അമ്മ മാതാവിൻ്റെ മഹത്വം എവിടെ നിറവേറുന്നോ അവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നഷ്ടങ്ങൾ എത്ര തന്നെ വന്നാലും ഞാൻ സഹിച്ചോളാം. പക്ഷേ എൻ്റെ ഈശോയുടെ ആഗ്രഹം എന്നാണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം എന്താണോ അത് ഭൂമിയിൽ നിറവേറണം. എത്ര നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും അത് ഞാൻ നിസ്സാരമായി കണക്കാക്കിക്കോളാം എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് എനിക്ക് നിർത്തേണ്ടി വന്നു. എങ്ങും പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഈ ഒരു ഉടമ്പടി, ഈ തവണ ഉടമ്പടി പുതുക്കാൻ സമയം വന്നപ്പോഴത്തേക്കും മാതാവ് എനിക്ക് നല്ലൊരു സ്ഥലത്ത്, ആമസോണിൻ്റെ നല്ലൊരു കമ്പനിയിൽ എനിക്ക് നല്ല സാലറിയോടുകൂടി നല്ലൊരു ജോലി കിട്ടി. അതിന് എനിക്ക് മാതാവിന് ഒരുപാട് നന്ദി പറയുകയാണ്. ഒത്തിരി പ്രതിസന്ധികൾ എനിക്ക് തരണം ചെയ്യേണ്ടി വന്നു. ഡിസംബർ മാസത്തെ 2025 ഡിസംബർ മാസം 25-ാം തീയതി മുതൽ എനിക്ക് 25 നോയമ്പ് ഞാൻ നോക്കായിരുന്നു. അതുകൂടാണ്ട് 50 നോമ്പ് നോക്കായിരുന്നു. ആ ഓരോ നോയമ്പിലൂടെയും കടന്നു പോകുമ്പോൾ എനിക്ക് ഒത്തിരി വേദനകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം എനിക്ക് ജനുവരി മാസം മുതൽ പല സ്ഥലങ്ങളിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ മാർച്ച് മാസം അവസാനം വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ 1, 2, 5 സ്ഥലം വരെ, ഈശോയുടെ 5 സ്ഥലം വരെ എനിക്ക് 5-ാം സ്ഥലം വരെ വേദന നിറഞ്ഞതായിരുന്നു. പക്ഷേ 6-ാം സ്ഥലം ആയപ്പോഴേക്കും എനിക്ക് നല്ലൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടി. അതിനെനിക്ക് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈശോയുടെ വേദനകളിലും ഈശോയുടെ മഹത്വത്തിലും എനിക്ക് പങ്കുചേരാൻ പറ്റി. കൂടുതലായിട്ട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. എൻ്റെ കുടുംബത്തിലാണെങ്കിലും ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് ഈശോയിലൂടെ തന്നതിന് ഒരുപാട് നന്ദി പറയാൻ പറ്റി. അതോടൊപ്പം എനിക്ക് മറ്റുള്ളവരെ കൂടുതൽ ദൈവത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. ഇനിയും ഒരുപാട് പേര് വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ലോകം മുഴുവനും ഏകസത്യ ദൈവമായ യേശു ക്രിസ്തുവിനെ ലോകം മുഴുവനും അറിയപ്പെടുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ ഇപ്പം പരിശുദ്ധ അമ്മ മാതാവ് ലോകം മുഴുവൻ അറിയപ്പെടണം. 1000 മക്കൾ, ഇനിയും 1000 മക്കൾ മാതാവിനെ അറിയപ്പെടാനും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം വഴി ഞാൻ അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ ചേച്ചിക്ക് ഒത്തിരി നാളായിട്ട് കല്യാണം നടക്കാത്തൊരവസ്ഥയായിരുന്നു. വരുന്ന കേസ് മുഴുവനും പല കാര്യങ്ങളും ഒഴിഞ്ഞു പോയായിരുന്നു, പല തടസ്സങ്ങളായിട്ടും. അതോടൊപ്പം ഒത്തിരി ശത്രുക്കൾ എനിക്കുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിന് കല്യാണം മുടക്കാനാണെങ്കിൽ ഒത്തിരി പേര് നോക്കിയിരുന്നു. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആവേണ്ടായിരുന്നില്ല. 1, 2 മാത്രം അവർക്ക് വർക്കൗട്ട് ആയിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് എൻ്റെ ചേച്ചിക്ക് 3-ാമത്തെ ഒരു കേസ് വന്നപ്പോൾ അത് ഭംഗിയായി നടത്തി. അമ്മയുടെ ഹൃദയപ്രകാരം കാഞ്ഞൂർ പള്ളിയിൽ വെച്ച് പുണ്യാളൻ്റെ ആ ഒരു നടയിൽ വെച്ച് വിവാഹം നടത്താനുള്ള അവസരം കിട്ടി. അതിനുശേഷം പിന്നെ ഉടമ്പടി എടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി പറയുകയാണ് മാതാവിന്. ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറമായിട്ട് എനിക്ക് മാതാവ് നടത്തി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുകയാണ്. ഇനി തരാൻ പോകുന്ന വലിയ മഹത്വത്തിനും നന്മകൾക്കും അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് എപ്പോഴും ഞാൻ ഈശോയോട് പറയും, ഈശോയെ എൻ്റെ ഹിതമല്ല, ഈശോയുടെ ഹിതമാണ് നിറവേറേണ്ടത്. ഈശോ എന്താണ് എന്നിലൂടെ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ എനിക്ക് നിറവേറ്റി തരണേ ഈശോയെ എന്ന് ഞാൻ ഇന്നും പ്രാർത്ഥിക്കായിരുന്നു. അതുപോലെ പത്രം ഞാൻ ഒത്തിരി പേർക്ക് വിതരാറുന്നു, ഒത്തിരി പേർക്ക് ഞാൻ കൊണ്ടു കൊടുക്കായിരുന്നു, ഹൈന്ദവർക്കാണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഞാൻ കൊണ്ടുപോയപ്പോൾ എനിക്ക് വളരെ വിഷമമായി. കാരണം 2 കാലുകളും മുറിക്കപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു വ്യക്തിയുടെ ക്യാൻസർ രോഗമായിരുന്നു. ക്യാൻസർ രോഗം കാരണം കൊണ്ട് 2 കാലുകൾ മുറിച്ച് കളഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ ആ പത്രം കൊണ്ട് കൊടുത്തപ്പോൾ അതിനോടൊപ്പം ഞാൻ തേനും കൊടുത്തിരുന്നു, ഉപ്പും ഞാൻ കൊടുത്തിരുന്നു. ആ മുറിയിൽ, പ്രാർത്ഥന മുറിയിൽ വിതരണം ഞാൻ ഒത്തിരി പറഞ്ഞിരുന്നു. അങ്ങനെ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എന്നാലും ആ പത്രം കൊടുത്തതിന് ശേഷം ഞാൻ പോയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒത്തിരി ദർശനങ്ങൾ കാണാൻ പറ്റി. മാതാവ് ആ ഒരു കുടുംബത്തിൽ ചെന്നൊരു അനുഭവം ഉണ്ടായി. അതുകൂടാണ്ട് ആ ചേട്ടന് നല്ലൊരു രോഗസൗഖ്യം കിട്ടി, ഒരു ആശ്വാസം കിട്ടി, വലിയ വേദനകളിൽ നിന്ന് ഒരു മോചനം കിട്ടി. ഉറപ്പായിട്ടും എനിക്ക് നല്ലൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിന് മുന്നേ നല്ലൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. മാതാവ് എങ്ങനെയും അവിടെ അത്ഭുതകരമായിട്ട് ഇടപെടുമെന്ന് നല്ലൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് മാതാവ് നടത്തി തന്നു. അങ്ങനെ ഒരുപാട് ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ പറ്റി. പിന്നെ അതോടൊപ്പം എനിക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതെനിക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റി മാതാവിൻ്റെ കൃപയാൽ. കൂടുതലായിട്ട് എനിക്ക് ഉപ്പും അതുപോലെ തന്നെ തൈലം കൊണ്ടുമാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതം ഇത്രത്തോളം മാറ്റിമറിച്ചത്. അമ്മ മാതാവ് പ്രതീക്ഷിച്ചതിലും അപ്പുറമായി എനിക്ക് സാധിച്ചു തന്നതിന്
ഒത്തിരി നന്ദി പറയുകയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനുള്ള അവസരം കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് മാതാവ് അതിനുള്ള നല്ലൊരു അവസരം തന്നു. കഴിഞ്ഞ തവണ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴത്തേക്കും ഒത്തിരി തിരക്കൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ എനിക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ അപ്പോൾ ഞാൻ വീട്ടിൽ വിഷമം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത്, മോനെ സമയമായിട്ടില്ല, അതുകൊണ്ടാണ്, സമയമാകുമ്പോൾ എല്ലാം നടക്കുമെന്നാണ്. പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ ഒപ്പം എൻ്റെ ചേച്ചിയും വന്നിട്ടുണ്ട്. ചേച്ചി ഫസ്റ്റത്തെ ഉടമ്പടി ക്ലാസ്സിലേക്ക് പോയേക്കാണ്. ചേച്ചിക്ക് നന്ദി പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും അതിന് പകരമായി ഞാൻ ചേച്ചിക്ക് വേണ്ടി നന്ദി പറയുകയാണ് മാതാവിൻ്റെ നടയിൽ വെച്ച്. ഒത്തിരി നന്ദി പറഞ്ഞ് ഞാൻ മാതാവിനെ മഹത്വപ്പെടുത്തുകയാണ്. അതോടൊപ്പം എനിക്ക് ഇനി തരാൻ പോകുന്ന വലിയ നന്മകൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എങ്കിൽ കൂടി ആ പ്രശ്നങ്ങളുടെ നടുവിലും എനിക്ക് ഉറപ്പുണ്ട് മാതാവിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുമെന്ന്. കാരണം ഏതൊരു പ്രതിസന്ധിക്കും നമ്മളെക്കാൾ കൂടുതൽ മാതാവിനൊരു പദ്ധതിയുണ്ട്. പക്ഷേ മനുഷ്യരായി നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് നടക്കില്ല, ഒരിക്കലും ഈ കൊല്ലത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് മനുഷ്യർ വിധി എഴുതിയ കാര്യങ്ങൾക്ക് പോലും മാതാവിന് അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കതിലൂടെ കാണാൻ പറ്റിയത്. ഒത്തിരി അനുഗ്രഹങ്ങളും ഒത്തിരി ദർശനങ്ങളും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മാതാവ് ഞാൻ സ്വപ്നത്തിലാണെങ്കിലും മാതാവിൻ്റെ ഈ അൾത്തറയിൽ ഇരിക്കുന്ന മാതാവിൻ്റെ അതേ രൂപത്തിൽ മാതാവ് ഒത്തിരി സ്വപ്നത്തിൽ എൻ്റെ വന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഒത്തിരി ദർശനങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തിരിയെത്തി പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും തിരി പൊട്ടുന്നൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ നല്ലൊരു അവസരം കിട്ടിയിരുന്നു. തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും ആ തടസ്സങ്ങൾ മാറ്റി എനിക്ക് മാതാവ് ഒത്തിരി തന്നിട്ടുണ്ട്. അത് ഞാൻ ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാതാവിലൂടെ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒത്തിരി പൈശാചികമായിട്ട് ഒത്തിരി പ്രലോഭനങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ദൈവ പദ്ധതി എന്നിലുള്ളത് കൊണ്ട് പിശാചിന് അലറുന്ന സിംഹത്തെ പോലെയാണ് പല വിധത്തിൽ കൂടി തിന്മ തകർക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പറ്റിയിരുന്നില്ല. പിശാച് തിന്മ തന്നെ പലപ്പോഴും തോറ്റുപോയിട്ടുണ്ട്. കാരണം അത്രയധികമായി ഞാൻ പരിശുദ്ധ അമ്മയിലും ഈശോയിലും വിശ്വസിക്കുന്ന ഒരാളാണ്. ചെറുപ്പം മുതൽ കൊന്തയിലാണെങ്കിലും വിശ്വാസത്തിലാണെങ്കിലും മുറുകെ പിടിച്ചിട്ടുണ്ട് ഒത്തിരി. അതിൽ നിന്ന് ഒരിക്കലും കുറവ് വന്നു പോയിട്ടില്ല. കൂടുതലും എനിക്ക് എക്സാമിന് പോകുമ്പോഴാണെങ്കിലും ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും അവിടെയെല്ലാം ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്തത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കുമാണ്. പല വ്യക്തികളും അവിടെ വരുന്നുണ്ടെങ്കിലും വിസിറ്റിങ്ങും എല്ലാം ഉണ്ടെങ്കിലും ഞാൻ അവിടെ മറ്റു എല്ലാവരും ഏറ്റവും കൂടുതൽ സ്വാധീനം കൊടുത്തത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ സ്വാധീനം കൊടുത്തത് ഈശോയുടെ നാമത്തിലാണ്. പരിശുദ്ധ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ. അവിടുത്തെ സാറും അവിടുത്തെ MD എല്ലാം ഈ പരിശുദ്ധ അമ്മയാണെന്ന് കുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിരുന്നത്. പിന്നെ പഠിക്കുമ്പോഴാണെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും ഞാൻ ഈ അമ്മേൻ്റെ ആശ്രയമേ എന്നും പറഞ്ഞ് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്നെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കായിരുന്നു. പക്ഷേ അപകടം നിറഞ്ഞ വഴിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിലും പക്ഷേ അമ്മ മാതാവ് എന്നെ ഒത്തിരി കാത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും മാതാവ് എനിക്ക് ഒരുപാട് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. എനിക്കതിന് ഒരുപാട് ഞാൻ മാതാവിനോട് നന്ദി പറയുകയാണ്. ഇവിടം വരെ എത്തുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞ വഴിയിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ഇനി മുന്നോട്ടുള്ള പ്രതീക്ഷ മുഴുവനും മാതാവിൻ്റെ ഹിതപ്രദമായിരിക്കും. എൻ്റെ ഹിതമല്ല, മാതാവിൻ്റെ ഹിതം എന്താണോ, മാതാവ് എന്താണോ ഇനി അങ്ങോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇനി മുന്നോട്ട് പോകത്തുള്ളൂ. പ്രത്യേകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് ഇത്രയും നാളെ എന്നെ മാറ്റിയതിന് മാതാവിനെ ഒരുപാട് നന്ദി പറഞ്ഞ് ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ഇനി അടുത്ത തവണ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴാണെങ്കിലും അമ്മ തരാൻ പോകുന്ന അതിലും വലിയ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിന് ഇപ്പോഴേ നന്ദി പറയുകയാണ്. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചെറുപ്പം മുതലാണെങ്കിലും ഇനി അങ്ങോട്ടാണെങ്കിലും ഇനി ഞാൻ എത്ര ഉയർന്നു പോയാലും എന്നേക്കാൾ കൂടുതൽ എൻ്റെ മാതാവ് ഉയർന്നു വരണമെന്നാണ്. ഈശോയുടെ മഹത്വം ഉയർന്നു വരണമെന്നാണ്. ഞാൻ താഴ്ന്നു പോയാലും ഒരിക്കലും എൻ്റെ ഈശോ താഴ്ന്നു പോകരുത്. കാരണം ഈശോ ഉയരങ്ങളിലേക്ക് പോകണം. കാരണം എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതം പോലും ഞാൻ പൂർണ്ണമായും സമർപ്പിച്ചത് ഈശോയുടെ നാമത്തിലാണ്. കാരണം എനിക്ക് ഇത്രയധികമായി ഈശോ ഇത്രയും നല്ലൊരു ജീവിതം തന്നു. അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:11 പറയുന്ന വചനം പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ ലജ്ജിക്കേണ്ടി വരികയില്ലെന്നാണ്. ഒരുപക്ഷേ പരിഹാസപ്പെടാം, ലജ്ജിക്കപ്പെടാം മറ്റുള്ളവരുടെ മുമ്പിൽ. പക്ഷെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 21:22 പറയുന്നത്. വിശ്വാസത്തോടെ ഈ മകൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. എത്രയേറെ ലോകത്തിന് മുമ്പിൽ ലജ്ജിക്കപ്പെട്ടാലും നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന അമ്മയാണ് കൃപാസനം അമ്മ. മർക്കോസിൻ്റെ സുവിശേഷം 11:24 പറയുന്നത് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തിൽ ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ആൽബിനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു.
എത്രയൊക്കെ തടസ്സങ്ങൾ വന്നാലും എപ്പോഴും പറയുന്നത് പ്രശ്നങ്ങളുടെ മുമ്പിൽ പതറാതെ, പ്രതിസന്ധികളുടെ മുമ്പിൽ തളരാതെ ഉടമ്പടിയിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഈ മകൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ചേച്ചിയുടെ വിവാഹ തടസ്സങ്ങളും മാറി. ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും ഈശോയും അമ്മയും ഇടപെട്ട് വിവാഹ തടസ്സം മാറ്റി നല്ലൊരു വിവാഹ ജീവിതം നടക്കുവാനും ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ചേച്ചിക്ക് ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്തു. ഉടമ്പടി എടുക്കാൻ ഒരു അമ്മ നൽകിയൊരു കൃപയാണിന്ന്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അമ്മയുടെ ഹിതമനുസരിച്ച് ഈ മകൻ മുന്നോട്ട് നയിക്കുകയുമാണ് ഉടമ്പടി ജീവിതം. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു നീക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ 25:8 പറയുന്നത് പോലെ ഈ മകൻ്റെ ഓരോ കണ്ണുനീരും അമ്മ കാണുന്നുണ്ടായിരുന്നു. പ്രശ്നങ്ങളുടെ നടുവിൽ കണ്ണുനീരോടെ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ആ കണ്ണീരൊപ്പുന്ന അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനാണ് ഇന്ന് ആൽബിനും സഹോദരിയും വന്നിരിക്കുന്നത്. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് എല്ലാ കാര്യവും നോക്കിക്കൊള്ളുമേ എന്നുള്ള വചനമാണ് സങ്കീർത്തനം 37:5. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസം അർപ്പിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഉടമ്പടിയിൽ കൂടി ദൈവസന്നിധി ജീവിക്കാനുള്ള നിത്യമായ അനുഗ്രഹവും സത്യമായ സന്തോഷവും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആൽബിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.